എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഓഫ്ലൈൻ കാണിക്കും, ട്രൈ അഗെയിൻ എന്ന് കാണിക്കും. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് മാറില്ല. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നെറ്റ് ഓൺ ആണോ എന്നുള്ളതാണ്. ഇനി അഥവാ നെറ്റ് ഓൺ അല്ല എന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ നെറ്റ് ഓൺ ആയി കഴിഞ്ഞാലും ഇതേ രീതിയിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിവിടെ റേഞ്ച് കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നെറ്റിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ നെറ്റ് ഓൺ ആയിരിക്കും, റേഞ്ച് കാണിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ നെറ്റ് തീർന്നു പോയി കഴിഞ്ഞാലും ഈ രീതിയിൽ കാണിക്കും. ഇനി അതേപോലെ തന്നെ നെറ്റിന് പകരം വൈഫൈ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വൈഫൈ കണക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വൈഫൈയുടെ ആ ഒരു ചിഹ്നം നോക്കുക. അപ്പോൾ ആ ഒരു വൈഫൈയുടെ ചിഹ്നത്തിൻ്റെ ഭാഗത്ത് വൈഫൈ എന്നോ അതല്ലെങ്കിൽ ഇതേപോലെ ഓൺ എന്നൊക്കെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇനി അഥവാ കറക്റ്റായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺ എന്നുള്ളതിന് പകരം അതല്ലെങ്കിൽ വൈഫൈ എന്നതിന് പകരം ഏത് ഫോണിൽ നിന്നാണോ നമ്മളവിടെ കണക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരായിരിക്കും കാണിക്കുക. ഇതേപോലെ നമുക്കിവിടെ വൈഫൈയുടെ ആ ഒരു ചിഹ്നത്തിൻ്റെ നേരെ ഏത് ഫോണിൽ നിന്നാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഫോണിൻ്റെ പേരായിരിക്കും. അതേപോലെ തന്നെ ഓൺ എന്നുള്ളതിന് പകരം നമുക്കവിടെ കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഇത് ഓരോ ഫോണിൻ്റെ മോഡലിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ടാവും. എന്നാൽ പോലും ഈ ഒരു വൈഫൈയുടെ ചിഹ്നത്തിൻ്റെ നേരെ ഏത് ഫോണിൽ നിന്നാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഫോണിൻ്റെ പേരായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ നെറ്റ് കണക്ഷനോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിന് ചെക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഓണാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ അഗെയിൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ കറക്റ്റായിട്ട് തന്നെ ലോഡായിട്ട് വരും. പിന്നെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പോഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം നേരിടാറ്, പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെൻഡിങ് എന്നുള്ള ഒരു കറക്കമൊക്കെ മാറും. ഒരു 0%, 1% എന്നതിലിങ്ങനെ വന്ന് നിൽക്കും. പിന്നീട് അങ്ങോട്ട് പെർസെൻറ്റേജ് കൂടില്ല, അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റിന് സ്പീഡ് ഉണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റ് തീർന്നു പോയിട്ടുണ്ടോ എന്നാണ്. അതായത് നമുക്ക് ഒരു ദിവസം ഇത്ര GB വരെയാണ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നെറ്റ് തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നെറ്റിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നെറ്റ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നെറ്റ് സ്പീഡുള്ള മറ്റൊരു ഫോണിൽ നിന്നും വൈഫൈ കണക്ട് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അഥവാ നെറ്റ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് സ്പീഡില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുകളിൽ റേഞ്ച് ഫുള്ളായിട്ടുണ്ടോ എന്നുള്ളതാണ്. നെറ്റ് ഉണ്ടായിട്ടും സ്പീഡില്ലാത്ത സാഹചര്യം വരികയാണ്, റേഞ്ച് ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീന് മുകളിൽ നിന്നും താഴോട്ട് വലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ ചിഹ്നം കാണും, അതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ചിഹ്നം നീല നിറത്തിലാവും, മുകളിൽ റേഞ്ചിൻ്റെ ചിഹ്നം പോയിട്ടുണ്ടാവും. ചില ഫോണിൽ നീല നിറത്തിന് പകരം മറ്റേതെങ്കിലും കളറായിരിക്കും, ആഷ് കളറോ അങ്ങനെയുള്ളൊക്കെ ഒരു കളറായിരിക്കും. അതൊരു ഫോണിൻ്റെ മോഡലിനനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലൈറ്റിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു നീല നിറം മാറും, മുകളിൽ റേഞ്ചിൻ്റെ ചിഹ്നം വരും. അതിനുശേഷം നെറ്റ് ഓൺ ആണോ നോക്കുക, അഥവാ ഓഫ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നെറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. സ്ക്രീന് മുകളിലോട്ടാക്കുക. അതിനുശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ളതിൽ കൊടുക്കുക. പെൻഡിങ് എന്നുള്ള കറക്കമൊക്കെ മാറും, പെർസെൻറ്റേജ് ഒക്കെ കൃത്യമായിട്ട് വരും. അതിനുശേഷം ആപ്പ് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം നേരിടാറുള്ളത്, നമ്മൾ പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കും, പെൻഡിങ് എന്നുള്ള ഒരു കറക്കമൊക്കെ മാറി നമുക്കവിടെ പെർസെൻറ്റേജ് വരും. 0% മുതൽ അങ്ങനെ വരും. പക്ഷേ 100% ആവില്ല. ഒരു 80, 70 അല്ലെങ്കിൽ 90% ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു പെർസെൻറ്റേജിൻ്റെ ചിഹ്നമൊക്കെ മാറി വീണ്ടും ഇൻസ്റ്റാൾ തന്നെ വരും. വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ തന്നെ കൊടുക്കും. വീണ്ടും അതേപോലെ തന്നെ 80, 70 അല്ലെങ്കിൽ 90% ഒക്കെ വരെ എത്തും. പക്ഷേ ഇൻസ്റ്റാൾ ആവത്തില്ല, വീണ്ടും നേരെ തിരിച്ചു വരും, ഇതുപോലെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി അഥവാ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റോറേജ് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. അതുപോലെ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറൊക്കെ കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരും. സെർച്ച് എന്നുള്ള ഭാഗത്ത് പോഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര തിരഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് നമുക്കതിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ചെയ്യേണ്ടത് ജസ്റ്റ് ബാക്ക് അടിക്കുക. ഇവിടെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം, ഇവിടെ ഈ ബുക്ക് എന്നതിലാണ് ഇത് കിടക്കുന്നത്.
അത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആപ്പ് എന്നതിൽ തൊടുക. അതിനുശേഷം സെർച്ച് ചെയ്യുന്നതിൽ തൊട്ടിട്ട് പോർഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പോർഷൻ ട്രാക്കറിൻ്റെ ആ ഒരു ആപ്പ് ലോഡായിട്ട് വരും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം നേരിടാറ്, നമ്മൾ പോർഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരു പെൻഡിങ് എന്ന് എഴുതി കാണിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പെൻഡിങ് എന്നുള്ളത് മാറില്ല. ഇവിടെ ഓപ്പണോ ഇവിടെ പെർസെൻറ്റേജ് ഒന്നും കാണിക്കില്ല. നമ്മുടെ നെറ്റും സ്പീഡുണ്ട്, അതുപോലെ തന്നെ റേഞ്ചൊക്കെ ഫുള്ളാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു കറക്കം ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു പെൻഡിങ് എന്നുള്ളത് മാറില്ല, അവിടെ പെർസെൻറ്റേജ് വരില്ല, ഓപ്പണിന് തെളിഞ്ഞു വരില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഈ ഒരു പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്യുക. പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐ ബട്ടൺ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ചില ഫോണിൽ നമുക്ക് ഇവിടെ മുകളിലോ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ചില ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അത് ഓരോ ഫോണിൻ്റെ മോഡലിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാക്കിലോട്ട് വരാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് വരിക. അതിനുശേഷം സാധാരണ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ പോർഷൻ ട്രാക്കറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്കം പെൻഡിങ് എന്നുള്ള കറക്കമൊക്കെ മാറിയിട്ട് അവിടെ പെർസെൻറ്റേജ് വരും. അതിനുശേഷം ക്യാൻസൽ എന്നുള്ള ഒരു ഭാഗമൊക്കെ മാറിയിട്ട് നമുക്കവിടെ ഓപ്പണിന് തെളിഞ്ഞു വരും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പോർഷൻ ട്രാക്കറിൻ്റെ അപ്ഡേഷനും ഇൻസ്റ്റാളേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടാറുള്ളത്. അത് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.